അങ്ങനെ ഗൈസ് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നല്ല റഷായിരുന്നു ട്രെയിനിനകത്ത്. എങ്ങനെ എത്തിയെന്ന് നമുക്ക് തന്നെ അറിയില്ല. പിന്നെ നമ്മളെ കാസർഗോഡിനായിട്ടും നല്ല ചൂടാണെന്ന് തോന്നുന്നു. എത്തിയപ്പോൾ പിന്നെ കുറച്ച് നല്ല ചൂടനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ നല്ല നീറ്റും ക്ലീനാണ് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് ഇങ്ങനെ കോഴിക്കോട് എത്തി. പിന്നെ എന്താ വെച്ചാൽ നല്ല റഷായിരുന്നു കോഴിക്കോട് കാണാൻ നല്ല റഷുണ്ട്. പക്ഷെ അതിന് അനുസരിച്ച് നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിക്കാത്ത ഒരു പാടിയും എൻ്റെ പാടിയിലാണുള്ളത്. നേരെ ഇതിനടുത്ത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകും. അതിനുള്ള അടുത്ത മാർഗം നോക്കി ഫുഡ് കഴിച്ച ശേഷം പോകാൻ പ്ലാൻ എടുത്താൽ അപ്പോൾ ഇനി അടുത്ത ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറി നല്ല പൊറോട്ടയും ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. നല്ല വിശന്നത് കൊണ്ട് നല്ല രസം, നല്ല പാങ്ങല നമ്മൾ രണ്ടുപേരും നല്ല പാങ്ങല കഴിച്ച് ഇനി അടുത്ത ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോകാം. അങ്ങനെ ഫ്രണ്ട്സ് കോഴിക്കോട് എത്തിയിട്ട് എന്താണെന്ന് അറിയില്ലെന്ന് വിചാരിച്ചില്ല. അതായത് കോഴിക്കോട് എത്തി കാലിക്കറ്റ് എത്തി. കാലിക്കറ്റ് ഇപ്പോൾ ഫ്രണ്ടിൻ്റെ റൂമിലാണുള്ളത്. എന്നിട്ട് ക്ഷീണമായിട്ട് വന്നിട്ട് ഫ്രണ്ട് റൂമിലേക്കുള്ളത്, ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് വന്നിട്ടുള്ളത്. അവൻ്റെ റൂമിലേക്ക് എത്തിയിരിക്കുന്നു. ഗൈസ് നല്ലോണം ക്ഷീണമായിട്ടുണ്ട്, നല്ലോണം ടയേർഡായി ക്ഷീണമായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. അതിന് ഞാൻ ഒരാളെ പരിചയപ്പെട്ട് തരാം. എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവിടെ മുമ്പേ വന്നിവിടെ ചെയ്തിട്ടാണുള്ളത്. നല്ല സീറ്റ് കാണുന്നു പറഞ്ഞാൽ നല്ല റെസ്റ്റിലാണ് മുപ്പിലുള്ളത്. കിടന്ന് നല്ല വിശാലമായിട്ട് കിടന്നിട്ടുള്ളത്. അങ്ങനെ എന്ത് പറയുന്നു ടോസി? ട്രിപ്പിൻ്റെ വിഷയം എന്താ പറ? നല്ല ക്ഷീണമാണല്ലേ? എന്താണ് ഇന്ന് ചൂടാണ്. പിന്നെന്താ അതിനെ ഫ്രണ്ട് റൂമിൽ കിടന്നതാ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് ടോസി കിടന്നിട്ടുണ്ട്. നല്ല ടയർഡായിരുന്നു. എന്താ വെച്ചാൽ അവിടുന്ന് വന്ന ട്രെയിൻ നല്ല റഷായിരുന്നു. കാരണം കാസർഗോഡ് നിന്ന് കണ്ണൂർ വരെ നല്ല റഷായിരുന്നു. അത് കഴിഞ്ഞ് കണ്ണൂരിൽ കുറേ പേര് ഇറങ്ങി. പിന്നെ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് വീണ്ടും കുറേ ആൾക്കാർ കയറി. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൻ്റെ റൂമിൽ റിലാക്സ് ചെയ്യാം. അപ്പോൾ ഇനി എന്ന് വെച്ചാൽ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിന് ഏകദേശം പാലക്കാട് വഴിയാണ് പോകുന്നത്. ഈ ബസ്സാറ് അതായത് തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് വഴി തമിഴ്നാട്, സേലം, ഇങ്ങനെ കോയമ്പത്തൂർ, ഇങ്ങനെ ആണ് ജമ്മു, ശ്രീ മാതാ വൈഷ്ണവി യാത്ര അവിടെയൊക്കെ പോകുന്നത്. കൂടുതലെനിക്ക് റെയിൽവേനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. അത്യാവശ്യം അറിയുന്നത് ഞാൻ നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്നുള്ളതിന് പറഞ്ഞുതരാം. പിന്നെ വെച്ചാൽ നമ്മളിന്ന് രാത്രി 11:30 തൊട്ട് കയറാം. കോവിഡിന്ന് കോഴിക്കോട് ഏറൊക്കെ ട്രെയിനുകൾ പാലക്കാട് പക്ഷേ പല സ്റ്റോപ്പ് കുറവാണ്. അവിടെ പല ട്രെയിനും സ്റ്റോപ്പ് കുറവാണ്. അതുകൊണ്ട് പാലക്കാട് പോയി അവിടുന്ന് 11:45 ട്രെയിനാണ്. അങ്ങനെ ഇന്ന് രാത്രി നമ്മൾ യാത്ര തിരിക്കുന്നതായിരിക്കും. അപ്പോൾ തോസി എന്താ പറയാനുള്ള കൂടുതലും ട്രിപ്പ് തുടങ്ങുന്നല്ലേ ഉള്ളൂ, നോക്കാം എങ്ങനെ ഉണ്ടാകും നോക്കാം. ഇപ്പോൾ ഈ ഓരോരോ വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാം ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ, ബി സേഫ്. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയാണ് നമ്മൾ ദോസി. നമ്മളങ്ങനെ ജമ്മു കാശ്മീരിലെ ട്രിപ്പിൻ്റെ ഇനി പാലക്കാടേക്ക് പോകാനുണ്ട്. പാലക്കാട് ഒറ്റപ്പാലം സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലായിരുന്നു. കോഴിക്കോട് നിന്ന് വണ്ടീൻ്റെ സ്റ്റോപ്പില്ല. അതുകൊണ്ട് പാലക്കാടേക്ക് പോവുകയാണ്. ഇതാവശ്യമില്ല. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ റൂമിന് ഫ്രണ്ടിൻ്റെ റൂമിൽ ഇറങ്ങിയാണ്. അപ്പോൾ ഞാൻ അടുത്ത പാലക്കാട് 6 ട്രെയിൻ. ഒറ്റപ്പാലം സ്റ്റോപ്പില്ല. അപ്പോൾ ഫ്രണ്ടിൻ്റെ റൂമിൽ ഇപ്പോൾ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഷോപ്പിലേക്ക് പോകാനാണ്. ഓരോ ഷോപ്പ് കാണിച്ചാൽ ഓക്കെ, ബൈ ബൈ. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു ഷോപ്പ് കാണിച്ചിട്ട് ഇതാണ് ഒരു ഷോപ്പ്. പിന്നെ ഇവിടെ നിൽക്കുന്നത് സൈഡ് നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട് പാർട്ട്ണറായിട്ടുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്. പിന്നെ തൊട്ട് ഷോപ്പിൻ്റെ മുമ്പ് എൻ്റെ ഫ്രണ്ട് തൗസീഫ് അറിയാമല്ല. അപ്പോൾ ഷോപ്പിന് ഉൾഭാഗം കാണിച്ചു തരാം. ഷോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളോട് ഡ്രസ്സാണ്. അതായത് റെഡിമെയ്ഡ് ഡ്രസ്സുണ്ട്. എല്ലാം ഹോൾസെയിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിശന്നതുകൊണ്ട് മെക്ഡൊണാൾഡ്സിൽ പോയിട്ടുണ്ട്. അവിടെ ഒരു മാളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ മൊബൈൽ ഓഫർ ഉണ്ടായിരുന്നു അതിൻ്റെ ആപ്പിൽ. അതുകൊണ്ട് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ കിട്ടുമായിരുന്നു.
അങ്ങനെ വിചാരിച്ചിട്ടാണ് വാങ്ങാൻ പോയത്. പക്ഷെ പെട്ടു. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കോഴിക്കോട്. നോക്കുമ്പോൾ കുറേ ആൾക്കാർ നിലത്തെ ഡ്രസ്സിലാണ്ട് കിടന്നിട്ടുണ്ട്. അങ്ങനെ ട്രെയിൻ വരാൻ സമയമായി. പാലക്കാടേക്കുള്ള ട്രെയിൻ എത്തിയിരുന്നു. ട്രെയിനിൽ ഫുൾ റഷാണ്. എവിടെ കയറണമെന്ന് അറിയില്ല. ഞങ്ങൾ സ്ലീപ്പറിൽ കയറിയിട്ടാണ് പോയതിപ്പോൾ. പക്ഷേ എനിക്കിപ്പോൾ ഒന്ന് TT പിടിച്ചു. ഫൈൻ അടുപ്പിച്ച് 100 പറഞ്ഞ് അവസാനം 200 കൊടുത്ത് പിന്നെ ഒരു ലൈസും വാങ്ങി കഴിച്ചുകൊണ്ട് വിശന്നിട്ടാന്നുള്ളത്. ചെറിയൊരു ബർഗറിൽ മാത്രമേ ഉള്ളത്. ഞങ്ങൾ പാലക്കാടേക്ക് ട്രെയിനിൽ നീങ്ങുകയാണ്. ഞാനൊരു വെള്ളവും കയ്യിൽ കുപ്പിയും കയറി അങ്ങനെ പാലക്കാട് എത്താനായിട്ടുണ്ട്. ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നോക്കുമ്പോൾ ട്രെയിനിൻ്റെ ടൈം എന്ന് പറയുന്നത് ഏകദേശം 3 മണിക്കൂർ ലേറ്റാണ്. നമുക്ക് ജമ്മു താവിക്ക് പോകുന്ന ട്രെയിനിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ 1ാം പ്ലാറ്റ്ഫോമിൽ പോയി. പുറത്തുനിന്ന് ചെറിയൊരു വിഷമുണ്ട്. ലൈസും ഒരു ബർഗർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദോശ നല്ലോണം ക്ഷീണിച്ചിട്ടാണ്, ടയർഡായിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോയി നല്ല ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പുറത്ത് പോകുന്നു. ഞാൻ പുറത്ത് പോയിട്ട് വന്നതാണ്. പുറത്ത് പോയിട്ട് വന്നിട്ട് നല്ല ദോശ നല്ല ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ എത്തി. പിന്നെ നോക്കുമ്പോൾ വീണ്ടും 2.5 മണിക്കൂർ വീണ്ടും ഞങ്ങൾ ട്രെയിൻ ലേറ്റാണ്. പൊട്ടി ഗൈസ്, വീണ്ടും പോസ്റ്റായി ഗൈസ്. എല്ലാ സ്റ്റേഷനിൽ പോയാലും നമ്മൾ പെടുന്നുണ്ട്. അങ്ങനെ അവിടെ കുറേ സമയം കാത്തി ഉറക്കം വന്ന് ക്ഷീണമായി. നല്ലോണം ക്ഷീണം പിടിച്ചു. കണ്ടിൽ ഉറക്കം വന്നിട്ടുണ്ട്. ട്രെയിനിലൊക്കെ വീണ്ടും 11:30 എത്തുന്ന ട്രെയിനാണ് കാണിക്കുന്നത്. 2 മണിയാകുമ്പോൾ എത്തുമെന്ന് കാണിക്കുന്നത്. ഫുൾ പോസ്റ്റായിട്ടാണുള്ളത്. നമ്മളെപ്പോലെ ഒരുപാട് യാത്രക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും പോസ്റ്റ് ചെയ്ത് ട്രെയിൻ 3 മണിക്കൂർ ആയിട്ടുണ്ട്. എൻ്റെ അവൻ്റെ മുഖം കണ്ടല്ലറ നല്ല ക്ഷീണമാണ്. നമുക്ക് 2 പേർ അനുഭവപ്പെട്ടിട്ടുള്ളത്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടുണ്ടാവില്ല. കുറേ IRCTC അവർ കുറേ മെസ്സേജ് അയച്ചു. പക്ഷേ ഒരു റെസ്പോണ്ട് ഇല്ല. അവർ കുറേ ടിക്കറ്റ് ക്യാൻസലാക്കി റീഫണ്ട് ചെയ്ത് തരാൻ മാത്രമേ ഉള്ളൂ. കാത്തുനിന്ന് ഒരുപാട് വേറെ കുറേ ട്രെയിൻ വന്നു പോയി. അങ്ങനെ നമ്മുടെ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ് എന്ന് പറഞ്ഞ് ഇപ്പോൾ എത്താറായിട്ടുണ്ട്. പക്ഷേ ഒരു സംഭവം ഉണ്ടായി. കോഴിക്കോട് നിന്ന് വരുമ്പോൾ നമ്മൾ യശ്വന്തൂർ ട്രെയിനിൽ TT പൊടിച്ച് നമ്മൾ സ്ലീപ്പർ കയറിയെന്ന് അയാൾക്ക് 700 പറഞ്ഞ് 300 പറഞ്ഞ അവസാനം 200 കൊടുത്ത് അയാൾ പോക്കറ്റിലിട്ട് ഇത് തരണം. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നു ഗൈസ്. ഞങ്ങളുടെ ട്രെയിൻ അങ്ങനെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ വന്ന് 2 മണി 3 മണി ആയിട്ടുണ്ട്. ലേറ്റായി. ഇപ്പോൾ വന്ന് കയറി പുറക്കൊന്ന് കിടക്കണം. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മൾ സീറ്റൊക്കെ സെറ്റാക്കി ഒന്ന് കിടന്നതാണ്. നാളെ കാണാം. ബൈ ബൈ. സീ യു ടാറ്റ.